ഈ ലോകത്തിൽ ബെസ്റ്റ് ഫാമിലി എന്ന് പറയാൻ പറ്റുന്നത്, ഏറ്റവും നല്ല കുടുംബം എന്ന് പറയാൻ പറ്റുന്നത് ഏത് കുടുംബമായിരിക്കും? ഒരു പ്രശ്നമില്ലാത്ത കുടുംബം, ഒരു പ്രതിസന്ധി ഇല്ലാത്ത കുടുംബം. ഭൗതികപരമായിട്ട് കുടുംബ ബന്ധങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് 100% നല്ല വിധത്തിൽ പോകുന്ന കുടുംബമാണോ ഈ ലോകത്തിലെ ഏറ്റവും നല്ല കുടുംബം? കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത കുടുംബമല്ല ഏറ്റവും നല്ല കുടുംബം. ഏറ്റവും നല്ല കുടുംബം ഏതാണെന്നറിയാമോ? ആ കുടുംബത്തിലെ അംഗങ്ങൾ ഒരു കുടുംബ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ, ആ കുടുംബ പ്രശ്നത്തെക്കാളും പ്രതിസന്ധികളെക്കാളും ഉപരിയായിട്ട് സ്നേഹത്തിനും കുടുംബ ബന്ധത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ ആരാണോ അവരാണ്, ആ കുടുംബമായിരിക്കും ഏറ്റവും നല്ല കുടുംബം. ഇങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് ദൈവത്തിന് ഇഷ്ടം. സ്നേഹത്തിനും കുടുംബ ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു കഴിയുമ്പോൾ പ്രശ്നങ്ങൾക്ക് 2ാം സ്ഥാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കില്ല. എങ്ങനെയെങ്കിലും ക്ഷമിക്കാനും ഒരുമിച്ച് ജീവിക്കാനും പൊറുക്കാനും ഉള്ള ഒരു സാഹചര്യം അവർ കണ്ടെത്തിയാൽ ആ സാഹചര്യത്തിലൂടെ കുടുംബ ബന്ധങ്ങളെ കെട്ടിപ്പടുത്ത് സ്നേഹത്തിൽ ഒരിക്കൽ കൂടി ഒരുമിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുന്ന കുടുംബങ്ങളാണ് ബെസ്റ്റ് ഫാമിലി. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ഉണ്ടല്ലോ ദൈവം അനുഗ്രഹിച്ചുയർത്തും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, വലിയൊരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു കുടുംബ വഴക്കുണ്ടായെന്നിരിക്കട്ടെ. ഇങ്ങനെ വഴക്കുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വിഷമങ്ങളും മാനസികമായിട്ട് തകർന്നു പോവുകയും, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യരെന്ന നിലയിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എതിർത്തേക്കാം, വിഷമിച്ചേക്കാം, മാനസികമായിട്ട് തകർന്നു പോയേക്കാം, എതിര് പറഞ്ഞേക്കാം. ഇതൊക്കെ സ്വാഭാവികമാണ്, മാനുഷികമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ചിന്ത വരുന്നുണ്ടോ നോക്കണം. അതായത്, എന്നാലും എൻ്റെ അപ്പനല്ലേ, എന്നാലും എൻ്റെ അമ്മയല്ലേ, എന്നാലും എൻ്റെ കെട്ടിയവനല്ലേ, എന്നാലും എൻ്റെ മക്കളല്ലേ, എന്നാലും എൻ്റെ കുടുംബമിത്രങ്ങളല്ലേ, അല്ലെങ്കിൽ കുടുംബ ബന്ധുക്കാരല്ലേ, ഇവരെയൊക്കെ ദൈവമാണല്ലോ എനിക്ക് തന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളുടെ പേരിൽ ഇത്രയും വലിയ ബന്ധങ്ങളൊക്കെ മുറിക്കുന്നത് നല്ലതല്ല, അത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ ആ കുടുംബമാണ് ബെസ്റ്റ് ഫാമിലി. ആ കുടുംബത്തെയാണ് ദൈവം ഏറ്റവും കൂടുതൽ മാനിക്കുന്നത്, ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത്. കാരണം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത കുടുംബം ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. എന്നാൽ ദൈവം ഒട്ടും ഇഷ്ടപ്പെടാത്ത കുടുംബാംഗങ്ങളുണ്ട്. ഏത് തരത്തിലുള്ളവരാണെന്നറിയാമോ? കുടുംബ വഴക്കുണ്ടായി, കുടുംബ പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരൊരു പക്ഷേ CBIക്കാണ്ടും മുകളിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെക്കാണ്ടും വലിയ കഴിവുള്ള ആൾക്കാരായിരിക്കും. കാരണം ഈ പ്രശ്നത്തെ ഒരിക്കലും പരിഹരിക്കാൻ ഇവർ നോക്കിയല്ല. ഇതെവിടെ നിന്ന് വന്നു, ആര് പറഞ്ഞു കൊടുത്തു, എങ്ങനെ സംഭവിച്ചു, എന്നാലും ഇതൊന്നും എന്നോട് ചെയ്യാൻ പാടില്ല, എനിക്ക് എതിർക്കാനും ബന്ധങ്ങൾ മുറിക്കാനുമുള്ള സകല റൈറ്റും ഉണ്ടെന്ന് ചിന്തിക്കുന്ന കുടുംബാംഗങ്ങളാണ് ദൈവം ഒട്ടും ഇഷ്ടപ്പെടാത്ത കുടുംബം. ഇങ്ങനെ ചിന്തിക്കുന്ന കുടുംബം ഇവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഇവരിലേക്ക് അനുഗ്രഹം വരാനായിട്ട് വലിയ തടസ്സമുണ്ടാകും. പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഫോക്കസ് കൊടുക്കുന്നവരാണ് ഇവർ. പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളെക്കാൾ വലിയൊരു ബന്ധം ഈ ലോകത്തിലില്ല. കുടുംബ ബന്ധങ്ങൾ നൽകിയിരിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് അതിൻ്റെ ദാതാവ്. ദൈവമാണ് കുടുംബ ബന്ധങ്ങളെ സൃഷ്ടിച്ചത്, കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിച്ചത്. അതുകൊണ്ടൊരു കുടുംബ ബന്ധം തകർന്നാൽ ആദ്യം തകർന്നത് കുടുംബത്തിലുള്ളവരായിരിക്കില്ല, നന്മയുടെ ഭാഗത്തുള്ളവരോ തിന്മയുടെ ഭാഗത്തുള്ളവരോ ആയിരിക്കില്ല. ആദ്യം തകരുന്നത് ദൈവത്തിൻ്റെ ഹൃദയമായിരിക്കും. കാരണം അവിടെ നിന്നാണ് കുടുംബത്തെ സൃഷ്ടിച്ചത്, കുടുംബ ബന്ധങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വിശുദ്ധ പൗലോസ്ലീഹയിലൂടെ ഒരു വചനം, ഒരു ശക്തമായ വചനം, അഭിഷേകമുള്ള ഒരു വചനം നമുക്ക് കിട്ടുന്നുണ്ട്. അത് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുലിഖിതത്തിലാണ് ഇത് കാണാനായിട്ട് സാധിക്കുക. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം തോന്നിക്കഴിഞ്ഞാൽ പരസ്പരം സഹിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം എന്നാണ് വചനം പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവെ സഹിക്കാനുള്ള ശക്തി തരണമേ, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. തകർന്നുപോയ കുടുംബങ്ങൾ, വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞപ്പോൾ തകർന്നുപോയ ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കപ്പെടാനായിട്ട്, ഒരുമിക്കപ്പെടാനായിട്ട് ഈശോയുടെ സന്നിധി പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിലേക്ക് മാത്രമല്ല, നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരിലേക്കും കൂടെ ഈ ആശീർവാദം വന്നെന്നറിയാൻ പ്രാർത്ഥിക്കണം. നമ്മളിലെല്ലാവരിലും ഒരേ ആത്മാവ്, ക്ഷമയുടെ ആത്മാവ്, ഐക്യത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരിലും
വന്ന് നിറയാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.